ഹലോ ഫ്രണ്ട്സ്, നമ്മൾ റിയാക്ട് ജെഎസിൽ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് ആദ്യം ഇതൊരു എംപ്റ്റി റിയാക്ട് ഫംഗ്ഷനാണ്, ആപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഹെഡർ ടാഗാണ് പറഞ്ഞത് HTML അറിയുന്നവർക്ക് അറിയാം. H1 എന്ന് പറഞ്ഞാൽ ഹെഡർ 1 എന്നാണ്. ഏറ്റവും വലിയ രീതിയിൽ ഹെഡിങ് പ്രിൻ്റ് ചെയ്യുന്നതിനാണ് H1 യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വെൽക്കം ടു കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ കർലി ബ്രാക്കറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വേരിയബിൾ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർലി ബ്രാക്കറ്റിനകത്ത് ആ വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ മതി. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ഉണ്ട്, അത് പ്രിൻ്റ് ആയിക്കോളും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കാം. ഇവിടെ ഞാൻ TXT എന്ന് കൊടുക്കും. നമ്മുടെ ടെക്സ്റ്റ് ഇവിടെയാണ് വരുന്നത്, TXT. അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറയുന്നു ലെറ്റ് എന്ന് കൊടുക്കുക, TXT ഈക്വൽസ് ലെറ്റ് അല്ലേ കോൺസ്റ്റ് കൊടുക്കാം. ലെറ്റ് TXT ഈസ് ഈക്വൽ ടു നമുക്ക് റിയാക്ട് എന്ന് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം സേവ് ചെയ്യുക. ഇനി നമുക്കൊന്ന് ഡിസ്പ്ലേ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം കണ്ടല്ലോ റിയാക്ട് എന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ നമുക്ക് ജാവ എന്ന് കൊടുക്കാം. ഇപ്പം കണ്ടത് ജാവ എന്ന് മാറി. ഇത്ര സിമ്പിളായിട്ട് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് റിയാക്റ്റിൽ അത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. മറക്കരുത്, കർലി ബ്രാക്കറ്റിനകത്ത് വേണം ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കാൻ.